Hi all, hope everybody going good. Okay, last class we discussed about the angle joint, which means the joint in between the superior aspect of the talus and the mortise. Mortise means what? The mortise is formed by the structures are the fibular medullae, tibial medullae, and inferior aspect of the tibia. Okay, this is the articulation of the angle joint. Next we are going to discuss about the subtalar joint. Okay, subtalar joint means this is the joint created in between two bones that are the talus and the calcaneum. The subtalar joint also known as the talocalcaneal joint. Okay, talocalcaneal joint or subtalar joint. It's a composite joint formed by three separate planes of articulation between the talus superiorly and the calcaneum inferiorly. ഇതിൻ്റെ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കുറേ ജോയിൻ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും അല്ലേ, അപ്പർ ലിംബിൽ നോക്കി ലോവർ ലിംബിൽ നോക്കി. അപ്പോൾ ഈ ഒരു സബ്ടാലാർ ജോയിൻ്റ് ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇൻ ബിറ്റ്വീൻ ടാലസും കാൽക്കേനിയം തമ്മിലുള്ള ആർട്ടിക്കുലേഷനിൽ 3 പോയിൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ വരുന്നത്. ഓക്കെ, വൺ ഈസ് ഫ്രം എന്താണ് പോസ്റ്റീരിയർ സൈഡ്, ഒന്ന് ആൻറ്റീരിയർ സൈഡ്, ഒന്ന് മീഡിയൽ സൈഡ്. ഓക്കെ, 3 പോയിൻ്റുള്ള ആക്സിസ് ആണ്. ഓക്കെ, the subtalar joint articulating surface is highly variable. Okay, the posterior articulation is the consistently the largest of the three articulation formed between talus and calcaneum. Okay, നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു posterior articulation ആണ്. Okay, the articulation between talus and calcaneum, here we have three articulating areas. Okay, one is the large one is the posterior articulating surface area, and the medial and lateral is somewhat smaller than the posterior articulating area. Okay, the posterior articulation is formed by concave facet on the talus under surfacing body of the talus and the convex facet on the body of calcaneum. Okay, the posterior facet എന്ന് പറയുന്നത് നിങ്ങളിത് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇത് എന്താണ് ഒരുമാതിരി എന്താണ് വൺ സൈഡ് പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ടാലസിൻ്റെ ടാലസിൻ്റെ കോൺകേവ് സർഫേസിൽ എന്താണ് ഈ കാൽക്കാനിയത്തിൻ്റെ കോൺവെക്സ് ഫേസിറ്റ് എന്താണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതാണ് പോസ്റ്റീരിയർ ആസ്പെക്റ്റ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. പോസ്റ്റീരിയർ ആർട്ടിക്കുലേഷൻ ഫോംഡ് ബൈ ദ concave articulating facet of the talus and the convex facet of the calcaneum. Okay, next smaller anterior and medial talocalcaneal articulation are formed by the two convex facet of the inferior body of the talus. Okay, രണ്ടെന്താണ് കോൺവെക്സ് ഫേസിറ്റ് ആണ് ഇതിലുള്ളത്. മീഡിയലും ലാറ്ററലും വരുന്നത് കോൺവെക്സ് ഫേസിറ്റ് ഓൺ ദി ടാലസ് ആൻഡ് ദി കോൺകേവ് ഫേസിറ്റ്സ് ഓൺ ദി കാൽക്കേനിയസ്. ഓക്കെ, പോസ്റ്റീരിയർ ആർട്ടിക്കുലേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഏതിനാണ് പോസ്റ്റീരിയർ ആർട്ടിക്കുലേഷനകത്ത് ഏത് വരുന്നത് ടാലസിൻ്റെ കോൺകേവ് ഫേസിറ്റും ആൻഡ് സ്മോളർ ആൻറ്റീരിയറിലും മീഡിയലും വരുന്നത് ടാലസിൻ്റെ എന്താണ് കോൺവെക്സ് ഫേസിറ്റുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഈ ഒരു ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരുമാതിരി ഒരു മൾട്ടി ആംഗിളായിട്ട് എന്താണ് ഒറ്റ ആക്സിസ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരാക്സിസിൽ തന്നെ എന്താണ് ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒരു റൊട്ടേറ്ററി മൂവ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജോയിൻ്റാണ് ഇത് ഈ talocalcaneal joint എന്നുള്ളത്. ഓക്കെ, ദിസ് ഈസ് ഇൻ ദ പിക്ചർ യു ക്യാൻ സീ ദാറ്റ് എന്താണ് ഇത് ഇൻഫീരിയർ ആസ്പെക്റ്റിൽ കാൽക്കേനിയം ഉണ്ട്. ഓക്കെ, സുപ്പീരിയർ ആസ്പെക്റ്റിൽ ടാലസ് ഉണ്ട്. ഓക്കെ, ഞാൻ എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഐ വിൽ ട്രൈ, വെയിറ്റ് 1 second. ഓക്കെ, അതിൻ്റെ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ടാലസ് നിങ്ങൾക്ക് മേലെ കാണാം, പിന്നെ അതിന് താഴെ എന്താണ് കാൽക്കേനിയം കാണാം. ഇൻ ബിറ്റ്വീൻ ടാലസ് നോട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം എന്താണ് ഹിയർ medial subtalar facet. ഓക്കെ, subtalar facet, medial subtalar facet, ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താണ് സുപ്പീരിയർ ആൻറ്റീരിയർ ആസ്പെക്റ്റിൽ ആൻറ്റീരിയർ subtalar facet കാണാം. ദെൻ ദി പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ എന്താണ് കാൽക്കേനിയത്തിൻ്റെ തൊട്ട് മേലായിട്ട് എന്താണ് പോസ്റ്റീരിയർ subtalar joint ആണ്. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് എന്താണ് ബ്രീഫ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് ദ subtalar joint is created by 3 articulating areas. Okay, one is largest one is posterior and medial and anterior smallest ഏരിയ. ഓക്കെ, അതിനകത്ത് തന്നെ നിങ്ങൾ നോക്കുക, പോസ്റ്റീരിയറിലാണെങ്കിൽ ടാലസിൻ്റെ കോൺകേവ് ഫേസിറ്റും സ്മോളർ ആൻറ്റീരിയർ ആൻഡ് മീഡിയലാണെങ്കിൽ ടാലസിൻ്റെ കോൺവെക്സ് ഫേസിറ്റാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു എന്താണ് ഐഡിയ മൈൻഡിൽ ഉണ്ടാകണം. രണ്ടും നമ്മൾ ആൻറ്റീരിയറും പോസ്റ്റീരിയർ എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്, ആൻറ്റീരിയർ എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്. ഓക്കെ,
നമുക്ക് ബോൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് ഓക്കെ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റുകയാണെങ്കിൽ കാണിക്കാം. ഓക്കെ, in the picture you can see the detail of the subtalar joint or talocalcaneal joint. Okay, then ഇതിൻ്റെ കുറച്ച് എന്താണ് കുറച്ചൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് എന്ന് പറയാനുള്ളത്. എക്സ്പെഷ്യലി നമുക്ക് പറയാനുള്ളത് ഇൻ ബിറ്റ്വീൻ ദി പോസ്റ്റീരിയർ ആൻഡ് ആൻറ്റീരിയർ മീഡിയൽ ആർട്ടിക്കുലേഷൻ, അതായത് മീഡിയൽ ആർട്ടിക്കുലേഷൻ, മീഡിയലും ആൻറ്റീരിയർ ആർട്ടിക്കുലേഷൻ്റെയും പോസ്റ്റീരിയർ ആർട്ടിക്കുലേഷൻ്റെയും എന്താണ് ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ടണൽ കാണും. ഓക്കെ, ഇറ്റ്സ് ടണൽ ഫോംഡ് ബൈ എ സൾക്കസ്. ഓക്കെ, സീ ദാറ്റ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതുകൊണ്ട് ഒരു ടണൽ പോലാണ് ഒരു ഗ്യാപ്പ്. ഓക്കെ, ദ ഫണൽ ഷേപ്പ് ടണൽ ഈസ് ഓൾസോ നോൺ ആസ് ദി ടാർസൽ കനാൽ റൺസ് ഒബ്ലിക്ലി അക്രോസ് ദി ഫ്രൂട്ട്. ഈ ഒരു ടണൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ടാർസൽ കനാൽ. ഓക്കെ, ഇറ്റ്സ് റൺസ് ഒബ്ലിക്ലി ഇൻ ബിറ്റ്വീൻ ദ ടാർസൽ കനാൽ ഈസ് ഈ ടാർസൽ കനാൽ ഈസ് സീൻ ഇൻ ബിറ്റ്വീൻ ദ പോസ്റ്റീരിയർ ആർട്ടിക്കുലേഷൻ ആൻഡ് ദി ആൻറ്റീരിയർ ആൻഡ് മീഡിയൽ ആർട്ടിക്കുലേഷൻ ഓഫ് ദി സബ്ടാലർ ജോയിൻറ്റ്. ഓക്കെ, ഇതിനകത്ത് തന്നെ ദ ലാർജ് എൻഡ് ഓഫ് ദി എൻഡ് ഇറ്റ്സ് ലാർജ് എൻഡ്, അതായത് ഈ ടാർസൽ കനാലിൻ്റെ ലാർജ് എൻഡ് എന്ന് പറയുന്നത് സൈനസ് ടാർസി എന്ന് പറയും. ലൈസ് ജസ്റ്റ് ആൻറ്റിയർ ടു ദി ഫിബുലാർ മെല്ലുലി. ഇതിനെ നമ്മൾ അനാറ്റമിക്കൽ എടുക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടാർസൽ കനാലിൻ്റെ എന്താണ് ടാർസൽ കനാലിൻ്റെ ലാർജ് എൻഡ് എന്ന് പറയുന്നത് എന്താണ് സൈനസ് ടാർസി എന്ന് പറയുക. അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആൻറ്റിയർ ടു ദി ഫിബുലാർ മെല്ലുലി ആൻഡ് ദ സ്മോൾ എൻഡ് ബിലോ ദി ടിബിയൽ മെല്ലോ. ഇതിൻ്റെ സ്മോൾ എൻഡ് എന്ന് പറയുന്നത് ഈ സൈഡിലാണ് ടിബിയൽ മെല്ലോയിൻ്റെ ജസ്റ്റ് ബിലോ ആണ്. എബോവ് ദി ബോഡി ഔട്ട് ക്രോപ്പിംഗ് ഓൺ ദി കാൽക്കനിയം കോൾഡ് സസ്റ്റൻസക്കുലം ടാലി. ഓക്കെ, സസ്റ്റൻസക്കുലം ടാലി എന്നാണ് ഇതിൻ്റെ ഒരു എൻഡ് പറയുന്നത്. ഓക്കെ, രണ്ട് എൻഡാന്നുള്ളത് വൺ ഈസ് ലാർജ് എൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫിബുലേൻ്റെ തൊട്ട് താഴെയും സ്മോൾ എൻഡ് എന്ന് പറയുന്നത് എന്താണ് ജസ്റ്റ് ടിബിയൽ മെല്ലോയിൻ്റെ താഴെ. ഓക്കെ, ദ ലാർജ് എൻഡ് ഈസ് കോൾഡ് സൈനസ് ടാർസി and the smaller area is known as sustentaculum thalli. Okay, the posterior articulation has its own capsule and the anterior medial articulation share the couple of with the talonavicular joint. Okay, ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് മൂന്ന് ആർട്ടിക്കുലേഷൻ ഏരിയ എന്നുള്ളത്. പോസ്റ്റീരിയർ ആർട്ടിക്കുലേറ്റിംഗ് സർഫേസ്, ദ മീഡിയൽ ആൻഡ് lateral. ഓക്കെ, സോറി മീഡിയൽ ആൻഡ് ആൻറ്റീരിയർ. ദ പോസ്റ്റീരിയർ ആർട്ടിക്കുലേറ്റിംഗ് ഏരിയയ്ക്ക് എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ ടാലോകാൽക്കനൈൽ ജോയിൻ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഒറ്റ ജോയിൻ്റ് ആണ്. ബട്ട് എന്താണ് അതിനാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എന്താണ് ഹിയർ വി ഹാവ് 3 points ഓഫ് ഏരിയാസ്. ഓക്കെ, 3 ആർട്ടിക്കുലർ ഏരിയാസ് ഉണ്ട്. ഓക്കെ, ഈ 3 ആർട്ടിക്കുലർ ഏരിയാസിൽ എന്താണ് ടാലസും നവൽക്കയും 3 ഏരിയയിലാണ് ഈ ആർട്ടിക്കുലേഷൻ വരുന്നത്. സോറി, ടാലസും കാൽക്കേനിയും. ഓക്കെ, അതിനകത്ത് നമുക്ക് എന്താണ് പോസ്റ്റീരിയർ ആർട്ടിക്കുലേഷന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാപ്സ്യൂളുണ്ട്. ആൻറ്റീരിയർ ആൻഡ് മീഡിയൽ ആർട്ടിക്കുലേഷൻ എന്താണ് ഒരു ക്യാപ്സ്യൂളുണ്ട്. ആ ക്യാപ്സ്യൂൾ എവിടെ നിന്ന് ടാലോനാവിക്കുലർ ജോയിൻറ്റിൻ്റെയും കൂടി ടുഗദറായിട്ട് ഫോം ചെയ്യുന്ന ആ ക്യാപ്സ്യൂളാണ് ഏത് ആൻറ്റീരിയറും മീഡിയലും ജോയിൻറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then the ligaments. നമുക്ക് ലിഗമെൻറ്റ്സിലേക്ക് പോകുന്നതാണെങ്കിൽ ദ സബ്ടാലർ ജോയിൻറ്റ് ഈസ് സ്റ്റേബിൾ ജോയിൻറ്റ് ദാറ്റ് ഈസ് റയർലി ഡിസ്ലൊക്കേറ്റ്. നമുക്ക് എന്താ ഓൾറെഡി ഈ സബ്ടാലർ ഇതിനകത്ത് തന്നെ ആംഗിൾ ആൻഡ് ഫുട്ട് കോംപ്ലക്സിൽ റയറായിട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ജോയിൻ്റാണ് ഏത് ഈ സബ്ടാലർ ജോയിൻറ്റ് ഓർ ടാലോ കാൽക്കനിയൽ ജോയിൻറ്റ്. ഓക്കെ, ഹിയർ വി ഹാവ് സൂപ്പർഫിഷ്യൽ ടു ഡീപ്പ് calcaniofibular and lateral talocalcaneal, the cervical and intrusor talocalcaneal ligaments. Okay, രണ്ട് ലിഗമെൻറ്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. cervical and intrusor talocalcaneal ligaments. cervical and intrusor talocalcaneal ligaments. The cervical ligament is the strongest of the talocalcaneal structures. അതായത് നമ്മൾ സൂപ്പർഫിഷ്യൽ ടു ഡീപ്പ് കാൽക്കേനിയോഫിബുലാറും ലാറ്ററൽ ടാലോകാൽക്കേനിയൽ ലിഗമെൻറ്റിൻ്റെയും എന്താണ് ഇൻ ബിറ്റ്വീൻ താഴെയായിട്ട് കാര്യമായിട്ട് പറയാനുള്ളത് രണ്ട് ലിഗമെൻറ്റ്സ് സെർവൈക്കൽ ലിഗമെൻറ്റ്സും ഇൻട്രോഷ്യസ് ടാലോകാൽക്കേനിയൽ ലിഗമെൻറ്റ്സും. ഓക്കെ, ദ സെർവൈക്കൽ ലിഗമെൻറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഓഫ് ദി talocalcaneal structures. Okay, it lies in the anterior sinus tarsi. The last time we discussed that what is sinus tarsi is the one end of the tarsal canal. Okay, one end of the tarsal canal. It lies anterior to the tarsi, sinus tarsi, and joins neck of the talus to the neck of the calcaneum. Okay, അത് ചെയ്യുന്നത് ജോയിൻ ചെയ്യുന്നത് neck of the talus and the calcaneum. Then the second one is intrusor talocalcaneal ligament lies more medially within the tarsal canal. Okay, it lies more medially in the tarsal canal and follows obliquely
oblique path from the talus to the calcaneum. Okay, let's follow the oblique path from the talus to the calcaneum. The division of the inferior extensor retinaculum also provides stability to the subtalar joint superficially as well as through the connection within the tarsal canal. Okay, mainly we have two ligaments in the subtalar joint and cervical and interosseous talocalcaneal ligaments. Okay, the cervical ligament just lie anterior in the anterior sinus tarsi. Okay, then the interosseal ligament എന്താണ് എവിടെ just medial to the tarsal canal. Okay, and also the extensor retinaculum, inferior extensor retinaculum also provides stability to the subtalar joint. Okay, in this picture you can see that what in the medial side deltoid ligament is there, and then next one there is a ligament in the posterior side. We can see that interosseous talocalcaneal ligament, then the near to interosseous talocalcaneal ligament we can see that is cervical ligament. Okay, and after the cervical ligament the medial side, sorry the latter, I think the fibular side, there is a calcaneofibular ligament also seen there, and the deltoid ligament also seen in this picture. Okay, is it clear? Hope is it clear? Then the subtalar joint function, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ subtalar joint എന്ന് പറയുന്നത്. Posteriorly there is an articulation, medially there is an articulation, and anteriorly there is an articulation in between the calcaneum and the talus. Okay, the subtalar joint is composed of three articulation. The alternating convex concave facet limit the potential mobility of the joint. Okay, the posterior side we can consider in the posterior side എന്താണ് നമുക്കുള്ളത് കോൺവെക്സും കോൺകേവ്. എവിടെ വൺ സൈഡ് കോൺവെക്സും വൺ സൈഡ് കോൺകേവും. നേരെ ഓപ്പോസിറ്റ് വരുന്നതാണെങ്കിൽ ആൻറ്റീരിയർ ആൻഡ് മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് ജോയിൻറ്റ് സ്ട്രക്ചറിലേക്ക് വരുന്നതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണുള്ളത്. ഓക്കെ, when the talus moves on the posterior facet of the calcaneum, okay, see, when the talus moves on the posterior facet of the calcaneum, the articulating surface of the talus should theoretically slide in the same direction as the bone move, because concave surface moving on the stable convex surface. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത് the posterior surface എന്ന് പറയുന്നത് ടാലസിൻ്റെ കോൺകേവ് ഫേസിറ്റും കാൽക്കേനിയത്തിൻ്റെ കോൺവെക്സ് ഫേസിറ്റുമാണ് ഉള്ളത്. സോ ദാറ്റ് നമ്മൾ എന്താണ് പോസ്റ്റീരിയർ സർഫേസിൽ പോസ്റ്റീരിയർ ആസ്പെക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ടാലസ് മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഹിയർ concave is moving on the convex, so sliding and gliding in moving the same direction. In case of medial and anterior joint, the talar surface again theoretically we can say that should glide in direction opposite to movement of the bone, because the talus in the talus, according to the talus, the anterior and medial surface of medial articulating facet of the talus is convex, so that the convex is moving on the concave surface, so sliding and gliding in opposite direction. Motion of the talus on the calcaneum therefore complex twisting or screw-like motion that can be produced only as the long facet can accommodate simultaneous and opposite motion across surface. Okay, see, നമുക്കൊന്നുമില്ല ഒരു സ്ക്രൂയിങ് മോഷൻ, ബിക്കോസ് എന്താണ് വൺ സൈഡിൽ കോൺവെക്സ് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ടാലസ് മാത്രം എടുക്കുക. ഓക്കെ, ടാലസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ടാലസിൻ്റെ ഫേസിറ്റ് എന്ന് പറയുന്നത് പോസ്റ്റീരിയലി കോൺകേവ് ഫേസിറ്റും ആൻറ്റീരിയലി കോൺവെക്സും ആണ്. സോ ദാറ്റ് അവിടെ നമുക്ക് രണ്ട് സർഫേസാണ് നമുക്കുള്ളത്. ആൻറ്റീരിയറും മീഡിയലും കോൺവെക്സ് ഫേസിറ്റാണ് ഏതിലുള്ളത്, ടാലസിലുള്ളത്. അപ്പോൾ വെൻ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ജസ്റ്റ് ലൈക്ക് എ സ്ക്രൂയിങ് മൂവ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റാണ് നമുക്ക് കൂടുതലായിട്ട് വരും, ഒരു സിംഗിൾ ആക്സിൽ. ഓക്കെ, ദി റിസൾട്ടൻ is a triplanar motion of the talus around a single oblique joint axis, okay, producing motion of supination and pronation. Okay, here we have in subtalar joint എന്നാണ് ഒരു ട്വിസ്റ്റിംഗ് മോഷൻ തന്നെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ജോയിൻറ്റിൽ ഒരു ട്രൈപ്ലാനർ മോഷനാണ് കിട്ടുന്നത്. അപ്പോൾ ആ മോഷൻ നമുക്ക് മെജോറിറ്റിയിൽ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് supination and pronation movement. First എന്താണ് നമ്മൾ ബിഫോർ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി supination and pronation of the angle and foot complex. Okay, the supination and pronation is occurs in the subtalar joint because of this എന്താണ് twisting movement occurs due to the posterior and anterior and medial articulating facet എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ ഫേസിറ്റുകളാണ്. ഓക്കെ, then the
ഇതിൻ്റെ സബ്ടാലാർ ജോയിൻറ്റിൻ്റെ ജോയിൻ്റ് ആക്സിസ് ആണത്. ഓക്കെ, സബ്ടാലാർ ജോയിൻറ്റിൻ്റെ ആക്സിസ്. അപ്പോൾ സബ്ടാലാർ ജോയിൻറ്റിൻ്റെ ആക്സിസ് നമ്മൾ എടുക്കുന്നതാണ് ഇൻക്ലൈൻഡ് അപ് ടു ട്രാൻസ്വേഴ്സ് പ്ലെയിൻ അപ്രോക്സിമേറ്റ്ലി. സബ്ടാലാർ ജോയിൻറ്റിൻ്റെ ഒരു ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ട്രാൻസ്വേഴ്സ് പ്ലെയിനിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ നോക്കുന്നതാണെങ്കിൽ അറൗണ്ട് 42 ഡിഗ്രി എന്താണ് അപ്വേർഡ് ഡയറക്ഷൻ ഒബ്ലിക്ലി പാസ് ചെയ്യുന്നതാണ് ഒരു ആക്സിസ് എന്ന് പറയുന്നത്. പിന്നെ ആൻഡ്രോ പോസിറ്റർ ആക്സിസിന് നമ്മളുടെ എ പി ആക്സിസിന് എടുക്കുന്നതാണെങ്കിൽ ദ മീഡിയലി ഫ്രം ദി എ പി ആക്സിസ് അപ്രോക്സിമേറ്റ്ലി 16 ഡിഗ്രി, അതായത് ആൻഡ്രോ പോസിറ്റർ ആക്സിസിൻ്റെ 16 ഡിഗ്രി മീഡിയലി ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ഈ എ പി ആക്സിസ് ഫോം ചെയ്യിക്കുന്നത്. ഒരു ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എടുക്കുന്നതാണെങ്കിൽ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ട്രാൻസ്വേഴ്സ് പ്ലെയിനിൽ നിന്ന് അറൗണ്ട് 42 ഡിഗ്രി എന്താണ് പെർപെൻഡിക്കുലറായിട്ട് 42 ഡിഗ്രി പോകുന്നതാണ് ഏത് ഈ ഇൻക്ലൈൻഡ് ഒരു ട്രാൻസ്വേഴ്സ് പ്ലെയിനിലെ ആക്സിസ്. ഓക്കെ, നമുക്കതിന് മെയിനായിട്ട് നോക്കേണ്ടത് സുപ്പിനേഷൻ ആൻഡ് പ്രൊണേഷൻ. ആ സുപ്പിനേഷനും പ്രൊണേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സീരിയസ്ലി നമ്മൾ നോക്കുന്നതാണ്. സുപ്പിനേഷനും പ്രൊണേഷനും രണ്ടും നമ്മളിപ്പോൾ എന്താണ് അപ്പർ ലിമിൽ നമുക്ക് സുപ്പിനേഷനും പ്രൊണേഷനും നമുക്ക് എന്താണ് കാര്യമായിട്ട് എടുക്കുന്നത് ഓപ്പൺ ബാക്കിൽ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഫൂട്ടിൽ എടുക്കുന്നതാണെങ്കിൽ എന്താണ് നമുക്ക് സുപ്പിനേഷനും പ്രൊണേഷനും എങ്ങനെയുണ്ടെന്നത് നമ്മൾ സുപ്പിനേഷനും പ്രൊണേഷനും നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് എ കപ്ലിംഗ് മൂവ്മെൻറ്റ് ഓഫ് എന്താണ് 2 or 3 മോഷൻ അല്ലേ. 2 or 3 മോഷൻ്റെ കപ്ലിംഗ് മൂവ്മെൻ്റ് ആണ് ഏത് സുപ്പിനേഷനും പ്രൊണേഷനും. അപ്പോൾ നോൺ വെയ്റ്റ് ബിയറിങ്ങിലും വെയ്റ്റ് ബിയറിങ്ങിലും നമ്മുടെ സുപ്പിനേഷനും പ്രൊണേഷനും എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഓക്കെ, ഇൻ നോൺ വെയ്റ്റ് ബിയറിങ്ങിലാണെങ്കിൽ എന്താണ് ഹിയർ വി കൻ ദ കാൽക്കനിൽ ഇൻവേർഷൻ ഓർ വാരസ് ആൻഡ് കാൽക്കനിൽ അബ്ഡക്ഷൻ ആൻഡ് കാൽക്കനിൽ പ്ലാന്റർ ഫ്ലെക്ഷൻ. ഓക്കെ, നമ്മളിപ്പോൾ കാല് തൂക്കിയിട്ടിട്ട് എന്താണ് ഓപ്പൺ ബാക്കിൽ നമ്മൾ കാല് മൂവ് ചെയ്യുക. ഓക്കെ, ഓപ്പൺ ബാക്കിൽ ഇതിൻ്റെ സുപ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ് കാൽക്കനിൽ ഇൻവേർഷൻ, കാൽക്കനിൽ അഡക്ഷൻ ആൻഡ് കാൽക്കനിൽ പ്ലാന്റർ ഫ്ലെക്ഷൻ. ദീസ് 3 മൂവ്മെൻറ്റ്സ് കപ്പിൾഡ് മൂവ്മെൻ്റ് ആണ് ഇത് ഈ ഓപ്പൺ ബാക്കിൽ അല്ലെങ്കിൽ നോൺ വെയ്റ്റ് ബിയറിങ്ങിൽ സുപ്പിനേഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ്. ഓക്കെ, ദ സെയിം സുപ്പിനേഷൻ ഇൻ വെയ്റ്റ് ബിയറിങ്ങിലാണെങ്കിൽ എന്താ നടക്കുക, എങ്ങനെയാണ് സുപ്പിനേഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 മൂവ്മെൻറ്റ്സിൻ്റെ കപ്പിൾഡ് മൂവ്മെൻ്റ് ആണ് ഇത് സുപ്പിനേഷൻ ഇൻ വെയ്റ്റ് ബിയറിങ്. ഓക്കെ, ദീസ് ആർ ദ വെയ്റ്റ് ബിയറിങ്ങിനകത്തുള്ള കപ്പിൾഡ് മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കാൽക്കനിൽ ഇൻവേർഷൻ, ടാലാർ അബ്ഡക്ഷൻ ആൻഡ് ടാലാർ ഡോർസിഫ്ലെക്ഷൻ ആൻഡ് ടിബിയോഫിബുലർ lateral rotation. These 1 2 3 4 these 4 movements that are together forms a supination movement when we are in the weight bearing position. Okay, weight bearing position അല്ലെങ്കിൽ ക്ലോസ് ബാക്ക് പൊസിഷനിൽ സുപ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ് കാൽക്കനിൽ ഇൻവേർഷൻ, ടാലാർ അബ്ഡക്ഷൻ, ടാലാർ ഡോർസിഫ്ലെക്ഷൻ ആൻഡ് ടിബിയോഫിബുലർ lateral rotation. ഓക്കെ, ഇതാണ് സുപ്പിനേഷൻ്റെ വേരിയേഷൻ. ഓക്കെ, ഇൻ കേസ് ഓഫ് പ്രൊണേഷൻ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ നോൺ വെയ്റ്റ് ബിയറിങ്ങിൽ എന്താണ് പ്രൊണേഷൻ നടക്കുന്ന മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നോൺ വെയ്റ്റ് ബിയറിങ്ങിൽ കാൽക്കനിയൽ ഇവേർഷൻ, കാൽക്കനിയൽ അബ്ഡക്ഷൻ ആൻഡ് കാൽക്കനിയൽ ഡോർസിഫ്ലെക്ഷൻ. ഈ ഡോർസിഫ്ലെക്ഷൻ, calcaneal abduction and calcaneal eversion. Okay, these are the movements which create the pronation movement when we are in open back position or non weight bearing position. Okay, then pronation weight bearing position നമ്മൾ നോക്കുക. ഓക്കെ, അതിൻ്റെ അത് വന്ന് സെയിം ലൈക്ക് ദാറ്റ് 4 മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ 4 മോഷൻസ് ആണുള്ളത്. കാൽക്കനിയൽ ഇവേർഷൻ, ടാലാർ അഡക്ഷൻ, കാൽക്കനിയൽ ഇവേർഷൻ, ടാലാർ അഡക്ഷൻ ആൻഡ് ടാലാർ പ്ലാന്റർ ഫ്ലെക്ഷൻ ആൻഡ് ടിബിയോഫിബുലർ medial rotation. These 4 combination of movements creates the pronation in weight bearing അല്ലെങ്കിൽ close back position. Okay, I think you can get me. Okay, then ഇതാണ് സുപ്പിനേഷനും പ്രൊണേഷനും. നമ്മൾ സുപ്പിനേഷനും പ്രൊണേഷനും എന്താണ് ഈ വെയ്റ്റ് ബിയറിങ്ങിലും നോൺ വെയ്റ്റിംഗ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് വൺ. ദെൻ ഇതിനകത്ത് നിങ്ങൾ നോക്കുക ഇൻവേർഷനും ഇവേർഷനും. ഓക്കെ, പ്രൊണേഷൻ എന്ന് പറയുന്നത് എന്താണ് പിക്ചർ എ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രൊണേഷൻ ഓഫ് ദ സബ്ടാലാർ ജോയിന്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ആസ് എ ഇവേർഷൻ ഓഫ് ദി കാൽക്കേനിയം ഓൾദോ ദി കപ്പിൾഡ് മോഷൻ ഓഫ് ദി ഡോർസിഫ്ലെക്ഷൻ ആൻഡ് അബ്ഡക്ഷൻ ഓഫ് ദി കാൽക്കേനിയം മസ്റ്റ് ബി ഓക്കേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണിത്. അതിനകത്തുള്ള എ എന്ന് പറയുന്നത് എന്താണ് പ്രൊണേഷനും ബി എന്ന് പറയുന്ന പിക്ചർ സുപ്പിനേഷനും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കാൽക്കേനിയത്തിൻ്റെ നമ്മളൊരു ആക്സിസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മിഡ് ലൈൻ ഓഫ് ദി ലോവർ ലെഗ് ടു ദി എന്താണ് ഹീലിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷൻ. സബ്ടാലാർ ജോയിൻറ്റ് ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ലൈന് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അതായത് ഈ തൈയിൻ്റെ മിഡ് ലൈന് നേരെ ഡൗൺവേർഡിലേക്ക് പോകും. ഓക്കെ,
അപ്പോൾ ഇത് മിഡ് ലൈൻ, കാൽക്കേനിയം ഇതിനെ മിഡ് ലൈൻ പാസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നമ്മളിപ്പോൾ ഡോർസിഫ്ലെക്ഷൻ മൂവ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഡോർസിഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ടാലസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് ജസ്റ്റ് നോക്കാം. വെൻ വി ആർ ഡൂയിങ് ഡോർസിഫ്ലെക്ഷൻ ഓഫ് ദി ഹെഡ് ഓഫ് ദ ടാലസ് ഡ്യൂറിങ് വെയിറ്റ് ബിയറിങ്, നമ്മൾ നിന്നിട്ട് എന്താണ്, അതായത് ക്ലോസ് ബാക്ക് പൊസിഷനിൽ നമ്മൾ എന്താണ് dorsiflexion of the talus during weight bearing, the subtalar supination slides the body of the talus posteriorly within the tibiofibular movement. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സുപ്പിനേഷൻ ഡോർസിഫ്ലെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ ഡോർസിഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്ത് സബ്ടാലാർ ജോയിൻറ്റിൻ്റെ ഡോർസിഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ടാലസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ജസ്റ്റ് മൂവ്സ് പോസ്റ്റീരിയർലി ആൻഡ് എന്താണ് ടുവേർഡ്സ് ദി tibiofibular മോട്ടൈസിന് ഇൻ ബിറ്റ്വീനിലേക്ക് സ്ലൈഡ് ആവും. ഓക്കെ, ദെൻ സെയിം അതേമാതിരി തന്നെ എന്താണ് when we are doing the abduction of the head of the talus during the weight bearing exercise, subtalar supination rotates the body of the talus laterally and potentially taking the tibiofibular motice along with it. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇത് ലാറ്ററിലേക്ക് എന്താണ് ഇത് റൊട്ടേറ്റ് ആവും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തിട്ട് മോട്ടൈസിൻ്റെ ടുവേർഡ്സ് ദ മോട്ടൈസ് മൂവ് ചെയ്യും. ഓക്കെ, അബ്ഡക്ഷൻ ചെയ്യുന്ന സമയത്ത് സുപ്പിനേഷൻ, ഇതാണ് ഇതിൻ്റെ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, is it clear? Then the next is the range of subtalar motion and the subtalar neutral. Okay, ഇതിനകത്ത് നമുക്ക് മെയിൻ ആണ് range of the subtalar supination and pronation is difficulty to determine objectively because of the triplanar nature of the movement and because of the component composition. Okay, for individuals without impairment there is a 5 degree to 10 degree of calcaneal eversion and 20 degree to 30 degree of calcaneal inversion have been reported for the total range of motion of 25 degree to 40 degree. അതായത് ഇൻവേർഷൻ ഇവേർഷൻ ടുഗദർ വി ക്യാൻ എന്താണ് 25 to 40 ഡിഗ്രിയാണ് ടുഗദർ പറയുന്നത്. ഓക്കെ, when the subtalar joint is non-weight bearing, the motion of the subtalar joint and the leg are independent, do not influence each other. നമ്മളിപ്പോൾ ഓപ്പൺ ബാക്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നതാണ് ലെഗും അല്ലെങ്കിൽ എന്താണ് ഇൻഫീരിയർ പാർട്ട് ഓഫ് ദ ടിബിയോ ഫിബുലർ മലേലയും ഇതും തമ്മിൽ വലിയ ലിങ്കൊന്നുമില്ല. ഓക്കെ, when the foot is in weight bearing, the primary function of subtalar joint is observe the imposed lower extremity transverse plane rotation and occurs during walking and ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നില്ല എങ്കിൽ എന്താണ് ഓപ്പൺ ബാക്കിലാണ് ഉള്ളെങ്കിൽ ലെഗിൻ്റെ അങ്ങോട്ടേക്ക് വലിയ വെയിറ്റ് ബിയറിങ്ങോ ഒന്നുമില്ല. ഓക്കെ, സോ ദാറ്റ് എന്താണ് ഈ സബ്ടാലർ ജോയിൻ എന്ന് പറയുന്നത് ഫുൾ ഫ്രീ ആയിട്ട് വെൻ നമ്മളിപ്പോൾ ഒരു നിൽക്കാൻ തുടങ്ങുന്നതാണെങ്കിൽ വെയിറ്റ് ബിയറിങ്ങിൽ വരുന്നതാണെങ്കിൽ അവിടെ എന്താണ് ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്ററി മൂവ്മെൻറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് വെയിറ്റ് ബിയറിങ് അങ്ങോട്ട് വരുന്നുണ്ട്. നിൽക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് അവിടെ ഒരു ഡോർസിഫ്ലെക്ഷൻ മൂവ്മെൻറ്റാണ് ഉണ്ടാവുക. ഓക്കെ, ന്യൂട്രൽ പൊസിഷനേക്കാളും ജസ്റ്റ് ഡോർസിഫ്ലെക്ഷൻ മൂവ്മെൻറ്റ് വരും, അവിടെ റൊട്ടേറ്ററി മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദീസ് ആർ ദി റേഞ്ച് എന്താണ് ദ ഫങ്ഷൻ ഓഫ് ദി സബ്ടാലർ ജോയിൻറ്റ്. മെയിൻലി സുപ്പിനേഷൻ ആൻഡ് പ്രൊണേഷൻ മൂവ്മെൻ്റ് ആണുള്ളത് സബ്ടാലർ ജോയിൻറ്റിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ സബ്ടാലർ ജോയിൻറ്റ് മാത്രം എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ദിവസം നെക്സ്റ്റ് ജോയിൻ്റ് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണ് ഗോ ത്രൂ ദീസ് സ്ലൈഡ്സ് വിത്ത് യുവർ ടെക്സ്റ്റ് ആൻഡ് ആസ്ക് ഇഫ് എനി ഡൗട്ട്സ് പേഴ്സണലി. ഓക്കെ, നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ബോൺസ് കോളേജിലെത്തിയിട്ട് നമുക്ക് എന്താണ് ബോൺസും കൂടി കിട്ടിയതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അങ്ങനെയാണ് കുറച്ചുകൂടി മിസ്സി എന്താവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സപ്പോസ് കോളേജ് തുറക്കുന്നതാണെങ്കിൽ ഇത് കുറച്ചുകൂടി എന്താണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അനാറ്റമിക്കലി ബോൺസ് വെച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.